മൗത്തിന്റെ സമയം എന്ന് പറഞ്ഞതാണ് മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പേടിയുള്ള രംഗം. അതണ്ട് കഴിഞ്ഞു കിട്ടിയാൽ ബാക്കി എല്ലാം റെഡിയാണ്. ആർക്കാ മരണം പേടിയില്ലാത്തത്? എല്ലാ മനുഷ്യനും പേടിയുള്ളത് തന്നെയാണ് മരണം. ആ സമയത്ത് ജീവിതകാലത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളെ കാണുമെന്നാണ്, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞത് പറയുമെന്നാണ്, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചിന്തിച്ചത് ചിന്തിക്കുമെന്നാണ്, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് എങ്ങനെയാണോ അതേ അവസ്ഥയായിരിക്കും മരിക്കുമ്പോൾ എന്നാണ്. എപ്പോഴും നല്ല തുണിങ്കുപ്പായിട്ട് നടക്കുന്ന ആളാണെങ്കിൽ മരിക്കുമ്പോൾ നല്ല തുണിങ്കുപ്പായിരിക്കും. എപ്പോഴും ദിക്ർ ചൊല്ലുന്ന ആളാണെങ്കിൽ മരിക്കുമ്പോൾ ദാക്കിറായിരിക്കും. എപ്പോഴും പൊതുപ്രവർത്തനമാണെങ്കിൽ മരിക്കുമ്പോൾ പൊതുപ്രവർത്തനമായിരിക്കും. എപ്പോഴും സുജൂദിനെ അധികരിപ്പിക്കുന്ന ആളാണെങ്കിൽ അവൻ മരിക്കുന്നത് സുജൂദിലായിരിക്കും. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാര്യം മരിക്കുമ്പോൾ ചെയ്യും. ഏറ്റവും കൂടുതൽ പറഞ്ഞത് മരിക്കുമ്പോൾ പറയും. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആളുകളെ മരിക്കുമ്പോൾ കാണും. അത് ജീവിച്ചിരിക്കുന്ന ആളാണെങ്കിലും കാണും, മരണപ്പെട്ട ആളാണെങ്കിലും കാണും. എന്തുകൊണ്ട്? മരിക്കുന്നതിന് മുമ്പ് കണ്ണ് യാത്ര പറയുന്നത് കൊണ്ടാണ് മരിച്ച ആളെ കാണാനുള്ള കാരണം. നമ്മുടെ ശരീരത്തിൽ നിന്ന് ആദ്യമായി യാത്ര പറയുന്നത് കണ്ണായിരിക്കും. നമുക്ക് തോന്നും ബാപ്പ നമ്മളെയാണ് നോക്കണത് എന്ന്. അല്ല, നോട്ടം ആദ്യം അവസാനിപ്പിക്കും. ദുനിയാവിലേക്കുള്ള നോട്ടം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന ആളാണെങ്കിലും കാണും, മരിച്ച ആളാണെങ്കിലും കാണും. അതുകൊണ്ട് അതിങ്ങനെ കട്ടിലും എങ്ങനെയാണ് കിടക്കുമ്പോ 313 ബദിരീങ്ങൾ വട്ടത്തിൽ ഇങ്ങനെയാണ് നിൽക്കണം. അതിനാണ് മജ്‌ലിസ് നൂർ അറിയേണ്ടത്. അതാണ് ദാഹം മൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ അതിനെന്നെ ആയിരിക്കണം. ബാക്കിയൊക്കെ വേണം, ദ്വാരക്കണം, പൈസ കൊടുക്കണം, മക്കൾ നേരാവണം, അതിനൊക്കെ കൊടുക്കണം. പക്ഷെ പ്രധാന ഉദ്ദേശം പോകാൻ പാടില്ല. പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് മൗത്തിന്റെ സാഹത്തിൽ ബദരീങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുക എന്നത് തന്നെയാകുന്നു. അപ്പൊ എന്താ പറയാൻ കാരണം? പറയാണ്ടായ കാരണം നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രധാനപ്പെട്ട വിഷയങ്ങളും ഇങ്ങനെ നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ ഈ വളരെ പ്രധാനപ്പെട്ട ഒരു മനസ്സിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. ദുആക്ക് ഇജാബത്തുള്ള സന്ദർഭങ്ങൾ, സാഹചര്യങ്ങൾ എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മക്കൾക്ക് വേണ്ടി നന്നായിട്ട് ദ്വാരക്കണം, ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് ദ്വാരക്കണം. ഒക്കെ അങ്ങനെ ദ്വാന്റെ എല്ലാ മര്യാദകളും, ദ്വായുടെ എല്ലാ അദബുകളും പാലിച്ചുകൊണ്ട് ദ്വാ ചെയ്യണം. ഖുർആൻ ഓതിയിട്ടുള്ള ദ്വാക്ക് പ്രത്യേകം ഇജാബത്തുണ്ട്. സദഖയുടെ ശേഷമുള്ള ദ്വാക്ക് പ്രത്യേകം ഇജാബത്തുണ്ട്. ഞാൻ പറയട്ടോ, അതായത് നമ്മൾ സാധാരണ എന്താ ചെയ്യാച്ചാല് ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തുങ്ങാണ്ട് പറയും ദ്വാരക്ക് കൊണ്ടിട്ടോ അറിയും. സത്യത്തിൽ അങ്ങനെയല്ല വേണ്ടത്. ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തുങ്ങാണ്ട് നമ്മൾ ദ്വാരക്ക വേണ്ടത്. സദഖയുടെ പിന്നിൽ സദഖ കൊടുത്തവനാണ് ഇജാബത്ത്. നമ്മള് ഇവ വെള്ളിയാഴ്ച പള്ളിക്കൊക്കെ പോയാല് ജുമ കഴിഞ്ഞതിന് ശേഷം ഖബർ സിയാറത്തിന് പോകും. അപ്പൊ ഉസ്താദ്മാരാരേലും കൂട്ടും. ആരെങ്കിലും കൂട്ടിയിട്ട് നമ്മൾ ദ്വാരുന്നതിന് ശേഷം എന്തെങ്കിലും ഒരു പൈസ, ഒരു ഹദിയ കൊടുക്കും. അപ്പൊ നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിക്കും എല്ലാ വെള്ളിയാഴ്ച ഉള്ളതല്ല, അതുകൊണ്ട് 100 റുപ്യ മതി എന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിച്ചാൽ സംഭവിച്ചാൽ എന്താ വെച്ചാല് ഈ ദ്വാരക്കണേനുള്ള കൂലിയായിട്ടാണ് നമ്മൾ കൊടുത്തത്. സത്യത്തിൽ അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ദ്വാ ഫ്രീ ആണല്ലോ, കൊടുക്കുന്നത് ഹദിയാക്കിയാൽ മതിയല്ലോ. നൈറ്റ് വരുന്നുണ്ട്, ബക്കറ്റേറ്റ് വരുന്നുണ്ട്, സ്റ്റേജ് മന്ന് തുടങ്ങിക്കോളി, എല്ലാവരുടെ അടുത്തും മേടിച്ചോളി, എല്ലാവരുടെ അടുത്ത് കൈ പിടിക്കി, എന്നിട്ട് അത് വരാതേറ്റ് വരുമ്പോൾ അതിൽ നല്ലോണം പൈസ ഇട്ട് കൊടുക്കണം. ഈ വയല് അതിനുള്ളതല്ല കേട്ടോ. വയല് സദഖക്ക് ഉള്ള വയല് പറയില്ല, അത് ഞാൻ പൊതുവെ പറയലില്ല. പക്ഷെ ബൽക്കിപ്പോൾ ഇതിന് കുറെ ചിലവൊക്കെ ഉണ്ടല്ലോ, അതിപ്പോൾ എന്തായാലും അടുത്ത് തന്നെയല്ലേ വാങ്ങാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിനനുസരിച്ച് കുറച്ച് ഉള്ളതിനനുസരിച്ച് അവനാന്റെ കഴിവിനെ കുറിച്ച് ഏറ്റവും ബോധം അവനാനാണ് ഉണ്ടാവുക. അപ്പൊ ഉള്ളതിനനുസരിച്ച് എല്ലാവരും കാര്യമായിട്ട് ആ ബക്കറ്റിൽ സഹായിക്കണം. സ്ത്രീകളും അവരുടെ ഭാഗത്ത് നിന്ന് അതിലേക്ക് കാര്യമായ സഹായം ഉണ്ടായിരിക്കണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ ഓലിനെ ഏൽപ്പിക്കാൻ വന്നേക്കിന് എന്നെ പിരിവില്ലല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇല്ല എന്ന് ഓല് പറയും ചെയ്തിട്ടുണ്ട്. അത് എഴുതിയിട്ട് നിങ്ങൾ കൊടുക്കാതിരിക്കണ്ട, ഓൽക്ക് ഇതിൻ്റെ ചിലവൊക്കെ കൂടി ഒത്തുപോകണം. അതിനനുസരിച്ച് കൊടുക്കുകയും ചെയ്താൽ എന്തായാലും ഇങ്ങോട്ട് ശ്രദ്ധിക്കുകയും ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ നിങ്ങൾ നല്ലോണം മനസ്സിലാക്കണം. അപ്പോൾ സാധാരണ ചെയ്യണ ഒരു കാര്യമുണ്ട്, ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തുങ്ങാണ്ട് ദ്വാരക്കാൻ പറയും. ആയിഷ ബിബി റളിയല്ലാഹു അൻഹ ആർക്കെങ്കിലും ഹദിയ കൊടുത്തയക്കുന്ന അടിമയോട് പറയാറുണ്ടായിരുന്നു എന്നാണ്, ഇത് കൊടുക്കുമ്പോൾ അയാൾ ദ്വാരക്കുകയാണെങ്കിൽ തിരിച്ചു ദ്വാരന്നിട്ട് പോന്നാ മതി. എന്താ വെച്ചാല്
ഹദിയയുടെ കൂലി വളരെ കൂടുതലാണ്. ദുആന്റെ കൂലി അവിടേക്ക് എത്തൂല. വെറുതെ കൊടുക്കുന്ന സമ്പത്തിൽ ഏറ്റവും കൂലി കിട്ടുന്ന സാധനമാണ് ഹദിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഹദിയയുടെ കൂലി വളരെ കൂടുതലുള്ളതാണ്. സ്വർണം കൊടുത്ത് വെള്ളി വാങ്ങുന്നത് പോലെയാണ് ഹദിയ കൊടുത്ത് ദുആ വാങ്ങല്. ഹബീബിങ്ങളെ, ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ? ഒരു തമാശ ഉണ്ട്, ഇല്ലാത്തതാണ് തമാശയാണ്, അത് പറയാം. ഒരു ദിവസം വല്യമ്മ ഇങ്ങനെ കുടുക്ക് തുന്നാണ്, ബട്ടൺസ് ഇങ്ങനെ തുന്നാണ്. അപ്പൊ വല്യമ്മാന്റെ അടുത്ത് നിന്ന് സൂചി നിലത്തിയാടി. ഇല്ലാത്തതാട്ടോ, ഉള്ളതല്ലേ. ഏത് വല്യമ്മയെന്നൊന്നും ചോദിച്ചു കണ്ട് എന്റെ പിന്നാലെ വരണ്ട. ഒരു തമാശ. പക്ഷെ ആ തമാശയിൽ ഒരു കാര്യമുണ്ട്. അതിനിപ്പോ നിങ്ങളിത് ശ്രദ്ധിച്ചാലല്ലേ മനസ്സിലാവുള്ളൂ. ഇങ്ങോട്ട് നോക്കി എല്ലാരും ഇങ്ങോട്ട് നോക്കി എന്നാലല്ലേ. വല്യമ്മ ഇങ്ങനെ ബട്ടൺസ് തുന്നുമ്പോ സൂചി നിലത്തിയാടി. അപ്പൊ വല്യമ്മക്ക് കാഴ്ച രേഷം കുറവുണ്ട്, എങ്ങനെ തെരഞ്ഞിട്ടും കാണാനില്ല. അപ്പൊ വല്യമ്മ പറഞ്ഞു, ഇന്റെ ആ സൂചിന് കിട്ടുകയാണെങ്കിൽ ഞാൻ പള്ളിക്കൊക്കെ ഒരു പൊന്നിന്റെ സൂചി കൊടുക്കാൻ നേർച്ചയാക്കിയാർ. അപ്പൊ പേരക്കുട്ടി ഉണ്ടായിരുന്നു അവിടെ. പേരക്കുട്ടി വന്ന് എന്തേ വല്യമ്മ നിങ്ങൾ പറഞ്ഞതെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, എൻ്റെ ആ പോയ സൂചിന് കിട്ടിയാലേ അതിന് പകരം പള്ളിക്കൊക്കെ ഒരു പൊന്നിന്റെ സൂചി കൊടുക്കാൻ നേർച്ചയാക്കിയെന്നാ ഞാൻ പറഞ്ഞത്. അതിൽ പേരക്കുട്ടി പറഞ്ഞു, വല്യമ്മ അത് നഷ്ടമാണ് സംഭവം. കാരണം പോയ സൂചി എന്ന് പറഞ്ഞത് ഇരുമ്പാണ്, പള്ളിക്കൊക്കെ നിങ്ങൾ കൊടുക്കാന്ന് പറഞ്ഞ പൊന്നിന്റെ സൂചി സ്വർണ്ണാണ്, അത് നഷ്ടാണ് എന്ന് പറഞ്ഞപ്പോ വല്യമ്മ പറഞ്ഞു, ചെറുക്ക അത് പള്ളിക്കൊക്കെ കൊടുക്കാനല്ല, എൻ്റെ പോയതിന് കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് പറഞ്ഞു എന്നാണ് തമാശ. ഇതില് ഒരു സന്ദേശമുണ്ട്. എന്താ സന്ദേശം വെച്ചാൽ, നമ്മളടുത്ത് ഇങ്ങനെ ചില പരിപാടികളുണ്ട്. പൊന്നിന്റെ സൂചി കൊടുത്തിട്ട് ഇരുമ്പിന്റെ സൂചി വാങ്ങണ പരിപാടി. ഹദിയയുടെ കൂലി വളരെ വലുതാണ്. അത് കൊടുത്തിട്ട് ദുആ എന്ന ചെറിയ സാധനം വാങ്ങേണ്ട ആവശ്യമില്ല. പിന്നെ ദുആന്റെ ഇജാബത്ത് എവിടെ കിടക്കണത്? ഇജാബത്ത് വാങ്ങിയോന്റെ അടുത്തല്ല, കൊടുത്തോന്റെ അടുത്താണ്. കൊടുത്തിട്ട് നമ്മൾ ദ്വാരക്കാണ് വേണ്ടത്. യഥാർത്ഥത്തിൽ ഓൻ ദ്വാരക്കണം കേട്ടോ, അത് ആയിപ്പെട്ടതല്ല. അത് ഉപകാരത്തിനുള്ള പ്രത്യുപകാരം എന്നുള്ള നിലയിലാണ് അവൻ ദുആ ചെയ്യേണ്ടത്. അതേ സമയത്ത് ഇജാബത്ത് കിടക്കുന്നത് കൊടുത്തോന്റെ അടുത്താണ്. അതാണ് സ്വതക്കയുടെ പിന്നിൽ ദുആക്ക് ഇജാബത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞത്. സ്വതക്ക കൊടുത്തവനാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ കൃത്യമായിട്ട് ചെയ്യണം. ഹദിയക്ക് ദ്വാരക്കാൻ പറയണ്ടെന്നാണ്. ഹദിയ കൊടുക്കുമ്പോൾ ഹദിയ കൊടുക്കൽ മാത്രം ചെയ്താൽ മതി. ദ്വാരക്കൽ അയാളെ വകയാണ്. കിട്ടിയെങ്കിൽ കിട്ടി, കിട്ടിയാലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. നീയത്ത് വെക്കാം, ഇന്ന ആവശ്യത്തിനാണ് ഞാൻ ഈ ഹദിയ കൊടുക്കുന്നത് എന്ന് നീയത്ത് വെക്കണതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ സ്വർണത്തിന്റെ സ്വർണത്തിന്റെ സൂചി കൊടുത്തിട്ട് ഇരുമ്പിന്റെ സൂചി വാങ്ങണ പരിപാടി ചെയ്യരുത്. നമുക്ക് അങ്ങനെയൊക്കെ ചില പരിപാടികളുണ്ട്. അതുകൊണ്ട് നാട്ടു നടപ്പാണ്, ശീലമാണ്, നമ്മൾ പരിചയപ്പെട്ടത് അങ്ങനെയാണ്. അതുകൊണ്ട് അങ്ങനെ തെറ്റ് എന്നല്ലോ ഞാനീ പറഞ്ഞത്. നല്ല രീതി അങ്ങനെയല്ല. ഹദിയ കൊടുക്കുക, ഒന്നും ഉണ്ടായിരിക്കുക. ഇതാണ് ഹദിയ കൊടുക്കുമ്പോൾ ചെയ്യാവുന്ന ഏറ്റവും നല്ല രീതി എന്നുകൂടെ സാന്ദർഭികമായി പറയാം.